എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി ഞാൻ സാജൻ പാമ്പാടി. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് മാഞ്ചസ്റ്ററിലെ പീപ്പിൾസ് മ്യൂസിയമാണ്. മാഞ്ചസ്റ്ററിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം ചരിത്രങ്ങൾ വിളിച്ചു പറയുന്നു. മ്യൂസിയത്തിന്റെ ഉള്ളിലെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. പുരാതന കാലത്ത് അടിമകളായിരുന്നവരെ വിലങ്ങ് വെച്ച് കൊണ്ടുവരുന്ന വിലങ്ങാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവരെ ചാട്ടക്കടിക്കുന്ന ചാട്ടവടിയും അവിടെയുണ്ട്. അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും അതൊക്കെയും ഇവിടെ വിവരിക്കുന്ന പുരാതന ചരിത്ര സ്മാരകമാണ് പീപ്പിൾസ് മ്യൂസിയം. അനേകം ചരിത്രങ്ങളും ചരിത്ര സംഭവങ്ങളും ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. തോക്ക് ചൂണ്ടി നിൽക്കുന്ന പട്ടാളക്കാരെ ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ മ്യൂസിയം പലപ്പോഴും നമ്മളെ സ്വീകരിക്കുന്നത്. 1800-ാം ആണ്ടിലെയും 1900-ാം ആണ്ടിലെയും കഥകൾ പറയുന്ന സംഭവങ്ങൾ ഇവിടെയുണ്ട്. അടിമകളായിരുന്നവർക്ക് എങ്ങനെയായിരുന്നു ശിക്ഷ എന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. പല ഭാഗങ്ങളായി ഗവൺമെന്റുകളുടെ സത്യപ്രതിജ്ഞയും രാഷ്ട്രീയ പാർട്ടികളുടെ രൂപീകരണത്തിന്റെ കാര്യങ്ങളും ഇവിടെ ചിത്രീകരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് പഴയകാലത്തെ ഒരു മുറിയുടെ ഉൾത്തളങ്ങളാണ്. ഓരോ അടപ്പും തുറക്കുമ്പോൾ അതിനുള്ളിൽ അന്നത്തെ കാലത്തെ പാത്രങ്ങളും അവ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും ഒക്കെയും കാണിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇത് അടപ്പ് തുറക്കുമ്പോൾ ഒരു പ്രത്യേകം സത്യപ്രതിജ്ഞയും വരുന്നു. ഈ കാണുന്നത് ആധുനിക പ്രിന്റിംഗ് മെഷീനാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ വിനോദം തരികയും വിജ്ഞാനം തരികയും ചെയ്യുന്ന നിരവധി കലാരൂപങ്ങളും ആർട്ട് വർക്കുകളും ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. കൂടാതെ പുരാതന കാലത്തെ ലെറ്ററുകളും പോസ്റ്ററുകളും ഇവിടെ ചിത്രത്തിലുണ്ട്. കൺസർവേറ്റീവ് പാർട്ടിയുടെ പോസ്റ്ററാണ് ഈ കാണുന്നത്. അന്നത്തെ കാലത്ത് കോഴിപ്പൂവന്മാർ തമ്മിൽ മത്സരിക്കുന്ന പോലെ മത്സരമാണ് നടന്നതെന്നാണ് ഈ ചിത്രം വ്യക്തമാക്കുന്നത്. കോഴിപ്പോരിന് തുല്യമായ ശക്തികളായിട്ടാണ് അന്നത്തെ കാലത്ത് ഇവിടെ ചിത്രീകരണം ചെയ്തിരിക്കുന്നത്. കൺസർവേറ്റീവ് പാർട്ടിയും ലേബർ പാർട്ടിയും രണ്ടും ഒരുപോലെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. ലിബറൽ പാർട്ടിയും പണ്ടുകാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് ഈ ചരിത്രം പറയുന്നു. എത്ര പറഞ്ഞാലും തീരെയല്ലാത്തതുകൊണ്ട് ചിലതൊക്കെയും കാണിച്ച് നിമിടുകയാണ്. കൺസർവേറ്റീവ് പാർട്ടിയും ലേബർ പാർട്ടിയും ലിബറൽ പാർട്ടിയും അവയുടെ ഉത്ഭവങ്ങളും അന്നത്തെ രീതികളും ഒക്കെയും ഇവിടെ ചിത്രീകരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫെമിനിസ്റ്റുകൾ, നാം ഫെമിനിസ്റ്റ് എന്ന് കേട്ടിട്ടേ ഉള്ളൂ, എന്നാൽ ഫസ്റ്റ് ഫെമിനിസ്റ്റുകൾ ആരെന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ക്വീൻ വിക്ടോറിയ ബിലീവ്ഡ് ദാറ്റ് വുമൺ ഷുഡ് വോട്ട്. അങ്ങനെ ഒരു ചരിത്രം പറയുന്ന കഥയാണ് ഇവിടെ ഒരുങ്ങുന്നത്. അതിനിപ്പുറത്തായി കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ വിനോദം ചെയ്യുവാൻ പറ്റുന്ന ഒരു ഗെയിമും ഒരുക്കിയിരിക്കുന്നു. ഈ കുട്ടികൾ കളിക്കുന്നത് എന്താണെന്ന് അവർക്ക് പോലും അറിയത്തില്ല, എങ്കിലും ഒരു കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മിസ്റ്റേക്ക്, യു ഫെയിൽ.
ഹെഡ്ഫോണൊക്കെ വെച്ചാണ് 3 പേരുടെ കളി കൂടെ കളിക്കുന്നത്. എന്താണ് കളിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. കുട്ടികളെ എത്രമാത്രം എക്സൈറ്റഡ് ആണ് എന്ന് നോക്കുക. I got 2. I earned 10. Slowly. ഫ്രീ ആയി കാണാൻ പറ്റുന്ന ഈ മ്യൂസിയം പിക്കാഡിലിൽ നിന്നും അല്പദൂരം നടന്നാൽ 5 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ Yes, ഉള്ളൂ. I will join. Adi note. Oh yeah. Finish. How much did you earn? You only earned 2 points. I earned 10 points. എല്ലാവരുടെയും കളിയൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും കിട്ടിയോ? വീട്ടിൽ കൊണ്ടുപോകുന്ന കിട്ടിയതുമായിട്ട്. ആങ്ങളെയും പെങ്ങളും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് മാറി മാറി കളിക്കുന്നുണ്ട്. എന്താ കളിക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. കാഴ്ച കാണുന്നതിനപ്പുറം വിനോദത്തിനും പറ്റുന്ന സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നത് ഒരു പ്രത്യേകതയാണ്. ആ പെട്ടിക്കകത്തുള്ള ഡ്രസ്സുകളും അവസാനം ഒരു എഴുതാനുള്ള തൂവലും ഒരു റോസപ്പൂ ശേഷിക്കുകയാണ്. കുറച്ച് തുണികളുമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം തീരുമ്പോൾ ഇതുപോലെ അവസാനം ശേഷിക്കുന്നത് ഒരു പെട്ടിക്കകത്തായിരിക്കും. പഴയകാലത്തെ റേഡിയോയും കസേരയും മേശയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. തൊപ്പി രാജാക്കന്മാരെ ഓർപ്പിക്കുന്ന വിധം കുറച്ച് തൊപ്പികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലൊന്ന് കുട്ടികളും പരീക്ഷിച്ചു, ഞാനും ഒന്ന് പരീക്ഷിച്ചു നോക്കി. പല തൊപ്പികളും മാറി മാറി നമുക്ക് ഉപയോഗിച്ചു നോക്കാം. പഴയകാലത്തെ ചില ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മ്യൂസിയമാണിത്. പീപ്പിൾ മ്യൂസിയം എന്നറിയപ്പെടും. അതിൻ്റെ ഉള്ളിൽ പണ്ട് നടന്ന സമരങ്ങളെയും യുദ്ധങ്ങളെയും ഒക്കെ ചിത്രീകരിക്കുന്ന പല ലഘുലേഖകളും ചിത്രീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. രാഷ്ട്രീയവും ജനകീയ വിജ്ഞാനം നൽകുന്നതുമായ പല കാര്യങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓപ്പൺ ചെയ്തപ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. അതിൽ ഏറ്റവും രസകരമായി തോന്നുന്നത് ഇവിടെ വെച്ചിരിക്കുന്ന ഒരു ശവപ്പെട്ടിയാണ്. ശവപ്പെട്ടിയിലുള്ളതാകട്ടെ പത്രങ്ങളുമാണ്. വാർത്തകൾ കുഴിച്ചുമൂടുന്നു എന്നുള്ള ഒരു സൂചകമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശവപ്പെട്ടി കാണുന്നു. ഏതായാലും ഞാൻ ആദ്യമായിട്ടാണ് ഒരു മ്യൂസിയത്തിൽ ശവപ്പെട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണുന്നത്. രണ്ട് നിലയിൽ പണിതിരിക്കുന്ന ഗാലറിയുടെ ഒന്നാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. രണ്ടാം ഭാഗത്തേക്ക് നമ്മളിപ്പോൾ കടക്കുകയാണ്. രണ്ടാം നിലയിലാണ് രണ്ടാമത്തെ ഭാഗം. ഇവിടെയും ചില സ്ഥലങ്ങളിൽ യുദ്ധങ്ങളുടെയും സമരങ്ങളുടെയും പാർട്ടികളുടെയും രൂപീകരണവും കാണിച്ചിരിക്കുന്നു. ലേബർ എന്ന ഇപ്പോൾ ഭരിക്കുന്ന സംഘടനയുടെയും കൺസർവേറ്റീവ് സംഘടനകളുടെയും ശക്തി പോരാണ് ഇവിടെ അന്നും
കാണുന്നത്. പഴയകാലത്തെ വസ്ത്രങ്ങളും വസ്ത്രം ധരിക്കുന്ന ശീലങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതൊരു വീടാണ്. പഴയകാലത്തെ കോളനിയൽ സിസ്റ്റം ഉണ്ടായിരുന്ന കാലത്തെ എങ്ങനെയായിരുന്നു എന്നാണ്. വീട് തിരിച്ചു കഴിയുമ്പോൾ കോളനി മാറി ആധുനിക രീതിയിലുള്ള ബിൽഡിങ്ങുകളും അവയുടെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന രീതികളും കാണാൻ സാധിക്കും. തൊട്ടടുത്ത് തന്നെ NHSന്റെ ഒരു ഡ്രസ്സിംഗ് റൂമും ഉണ്ട്. സർജറിക്ക് പോകുന്ന ഡോക്ടേഴ്സിന്റെയും നേഴ്സിന്റെയും ഡ്രസ്സുകളാണവ. അത് കുട്ടികൾക്ക് ഇട്ടുനോക്കാനും അവ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ അനുഭവപ്പെടുന്നുവെന്നും മനസ്സിലാക്കുവാനും അവർക്കറിയാൻ സാധിക്കും. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ വീണ്ടും ഉടൻ തന്നെ അടുത്ത വീഡിയോയുമായി എത്തുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ദയവായി നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമന്റുകളും ഞങ്ങളുടെ ഈ ചാനലിന്റെ അടിയിൽ തന്നെ എഴുതാവുന്നതാണ്. അവ ഞങ്ങൾക്ക് വിലപ്പെട്ടതും കൂടുതൽ മെച്ചപ്പെടുത്തുവാനും സാധിക്കും. ഇതിപ്പോ മറ്റേ ടൈപ്പ് ഉണ്ടോ? പേഷ്യന്റ് ആയിട്ട് സർജറിക്ക് പോകില്ല, അല്ലെങ്കിൽ വിസിറ്റർ ആയിട്ട് സർജറിക്ക്